ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബാംഗ്ലൂർ കോർമംഗലിലുള്ള റംസാൻ ഫുഡ് കോർട്ടിലാണ്. ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡൊക്കെ ഉണ്ട്. ഇത് റംസാൻ്റെ സ്പെഷ്യലായിട്ട് മാത്രം ഓപ്പൺ ചെയ്ത കൗണ്ടേഴ്സാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് കൗണ്ടറിലുള്ളതെന്നും എന്തൊക്കെയാണ് പരിപാടിയെന്നും. അപ്പോൾ നമുക്കിനി ഫുഡ് കോർട്ടിലേക്ക് പോകാം. എല്ലാവർക്കും അറിയുന്ന പോലെ എംപയർ റെസ്റ്റോറൻറ്റിനോട് ചേർന്നിട്ടാണ് ഒരു കൗണ്ടർ ഉള്ളത്, മീൻസ് ഒരു സെക്ഷൻ ഉള്ളത്. അപ്പോൾ അത് അവിടെ നമ്മൾ ആദ്യം കയറാമെന്ന് വിചാരിച്ചു. അവിടെ തന്നെയാണ്. ഇവിടെ നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നോമ്പ് തുറൻ്റെ ടൈം വരായില്ല, പക്ഷെ അതിന് മുന്നേ ഇവിടെ നല്ല തിരക്കാണ്. റൈറ്റ് സൈഡിൽ ആദ്യം തന്നെ നല്ലൊരു സ്വീറ്റ്സിൻ്റെ ഷോപ്പാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നോൺ വെജിൻ്റെ കളിയാണ്. നോൺ വെജ് എന്ന് പറയുമ്പം നമ്മൾ കാണുന്ന പോലെ ചിക്കൻ മാത്രമല്ല, ഫിഷ് ഐറ്റംസ് ഉണ്ട്. മീൻസ് മെയിൻലി ഇവിടെ കുറേ പ്രോൺസ് കണ്ടിട്ടുണ്ട്, അത് നല്ല വലിയ സൈസ് പ്രോൺസ്. പിന്നെ ചിക്കൻ ഐറ്റംസ് ഉണ്ട്, ബീഫ് ഉണ്ട്, മട്ടൻ ഉണ്ട്. ചിക്കൻ്റെ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ ശിവാജി നഗറൊക്കെ പോയാൽ പലപ്പോഴും കാണുന്ന പല വെറൈറ്റി ഐറ്റംസാണ് ചിക്കൻ്റെ ഉള്ളത്. ഒരു കംപ്ലീറ്റ് ഫിഷൊക്കെ ഗ്രില്ല് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്തൊരു സ്വീറ്റ്സിൻ്റെ കൗണ്ടറിലെത്തി. കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇവിടെ. മീൻസ് പക്ഷേ പല കടകളിലും സെയിം ഐറ്റംസും കാണാനുണ്ട്. പിന്നെ അത് മാത്രമല്ല പല വെറൈറ്റി ഓഫ് ഡ്രിങ്ക്സും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും റീസണബിളുള്ള പ്രൈസ് മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മളൊന്നും വാങ്ങിയില്ല, കംപ്ലീറ്റ് നമ്മളൊന്ന് കണ്ട് കറങ്ങി എല്ലാ സ്റ്റാളിലും എന്തൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. എന്നിട്ട് എവിടെ വെച്ച് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, നെക്സ്റ്റ് ഒരു കൗണ്ടറിലെത്തി. പക്ഷേ ഇവിടെയുള്ളത് ഇതിന് മുന്നേ പല കൗണ്ടറിൽ കണ്ട ഐറ്റംസ് തന്നെയാണ്. അങ്ങനെ അടുത്തൊരു കൗണ്ടറിൽ നമ്മളിപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കണ്ടു, അതായത് ഹലീം. മാളൂന് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അത് വാങ്ങിയില്ല. പിന്നെ ഒരു കൗണ്ടർ കണ്ടാണ്, അതായത് കണ്ടോ ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഗ്രാനൈറ്റ് അല്ലെ മാർബിളിൻ്റെ കല്ല്, അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇവർ കുക്ക് ചെയ്യുന്നത്. ചിക്കനോ ബീഫ് അങ്ങനെ എന്തോ ഒരു ഐറ്റമാണ്, പക്ഷേങ്കിൽ ഈ കല്ലിലിട്ടിട്ടാണ് അവർ കുക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ കണ്ടൊരു ഐറ്റമാണ് ബ്രെയിൻ. ഈ ബ്രെയിനിൻ്റെ എന്തോ ഒരു ഐറ്റം ഇവിടെ നിന്ന് വെക്കുന്നുണ്ട്. അത് എന്തിൻ്റെ ബ്രെയിനാണെന്ന് നമുക്കറിയില്ല. റീൽസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിലെത്തിയത്. സാധാരണ എല്ലാവരും ഫ്രേസർ ടൗണിലല്ലേ പോകാറ്. അങ്ങനെ അടുത്തൊരു ജ്യൂസിൻ്റെ സെക്ഷനെത്തി. മിൻറ്റ്, അതുപോലെ മുഹബത്ത് കാ സർബത്ത്, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടാനുണ്ട്. പിന്നെ നമ്മൾ നേരെ എംപയറിൻ്റെ ഒരു കൗണ്ടറുണ്ട് ഇവിടെ, അവിടത്തേക്ക് നമ്മൾ പോയി. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് വാങ്ങണമല്ലോ. അപ്പോൾ എംപയറിൻ്റെ കൗണ്ടറിൽ നിന്നാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയത്. ഞങ്ങളൊരു പെരി പെരി ചിക്കനും പിന്നെ ഒരു ചിക്കൻ കബാബുമാണ് വാങ്ങിച്ചത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വർത്ത് ഫോർ മണി ആയിരുന്നു. ഈച്ച് പീസിന് അവർ 100 റുപ്പീസാണ് ചാർജ് ചെയ്തത്. പക്ഷേ ചില കൗണ്ടറിൽ കുറച്ച് കോസ്റ്റ്ലി ആണ്. പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഐറ്റംസിന് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന്. ഇനി നമ്മൾ എംപയറിന് വാങ്ങിയോണ്ടാണെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മളൊരു ജ്യൂസും കൂടി വാങ്ങി. അങ്ങനെ ശരിക്കുമുള്ള നോമ്പ് തുറൻ്റെ ടൈമായി. ഇനി ഞാൻ കാണിച്ചത് ഇവിടെ എത്രത്തോളം ക്രൗഡ് ഉണ്ടെന്ന്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഇവിടുത്തെ ആക്ച്വൽ ക്രൗഡ്. അതായത് നോമ്പ് തുറൻ്റെ ടൈം കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയാണ്. അതിനുശേഷം നമ്മൾ റോഡ് സൈഡിലുള്ള കൗണ്ടറിലേക്ക് പോയി. ഇനി അവിടെ എന്തൊക്കെയുള്ളത് നോക്കാം. അവിടെ ഷവർമ വരെ കിട്ടാനുണ്ട്. പിന്നൊരു കാര്യം, അപ്പോൾ ഇവിടുത്തെ ഹൈജീൻ്റെ കാര്യം നമ്മൾ പറയുന്നില്ല, അതൊക്കെ അവരവർ നോക്കിയും കണ്ടും സാധനങ്ങൾ വാങ്ങി കഴിക്കുക. എന്തായാലും നോമ്പ് തുറക്കാൻ പറ്റിയൊരു സ്പോട്ടായിട്ട് നമുക്ക് പറയാം. അപ്പോൾ താല്പര്യമുള്ളവരെന്തായാലും ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോർമംഗലിയാണ് ലൊക്കേഷൻ. നോർമലി പബ്ബും എംപയർ റെസ്റ്റോറൻ്റൊക്കെ ഉള്ള അവിടെ തന്നെയാണ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.